നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നാടൻ കറിയാണ്. നമുക്ക് തേങ്ങ അരച്ച അയിലക്കറി, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും ഈ നാടൻ സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല നാടൻ അയിലക്കറിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഇതിന് ഉലുവ, പിന്നെ ചുമന്നുള്ളി മുഴുവനേ ഉള്ളത്, അത് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണിത്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറച്ച് ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത് വേണം. ഇത് ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചേക്കുന്നതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ പച്ചമുളകുണ്ട് നീളത്തിൽ കീറിയത്, കറിവേപ്പില, അതുപോലെ തക്കാളി. ഇത് താളിക്കാൻ വേണ്ടിയിട്ട് വട്ടത്തിലരിഞ്ഞേക്കുന്ന ചുമന്നുള്ളി, അതുപോലെ വറ്റൽമുളക്, ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങ ചരുവിയത് വേണം, വാളംപുളി വേണം. ഇത് അയിലയാണ്, അയില മുറിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഉലുവ ചേർത്തു. ഉലുവ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചുമന്നുള്ളി ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റണം. ചുമന്നുള്ളി നമ്മൾ മുഴുവനെയാണ് ചേർക്കുന്നത്, തൊലി മാത്രം കളഞ്ഞിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് ഇത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ മുളക് പൊടിയൊക്കെ നല്ല ചൂട് എണ്ണയിലോട്ട് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് തീ നിർത്താം. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ തേങ്ങയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങ അരച്ച അയിലക്കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് എണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കാം. അതുപോലെ തന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതാണ്, ഇതും ചേർക്കാം. മുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത്, ഇതും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നന്നായിട്ട് അരച്ചു. തേങ്ങ, അതുപോലെ തന്നെ വഴറ്റിയ ചുമന്നുള്ളി, ഉലുവ മൂപ്പിച്ചായിരുന്നു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇതെല്ലാനും കൂടിയും ഇത് ചെയ്തതാണ്. അതായത് നന്നായിട്ട് ചൂടായി തിളച്ച് തുടങ്ങി. നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി, ഇത് ചേർക്കാം. ഇത് കൂടാതെ പുളിക്കായിട്ട് നമ്മൾ വാളംപുളി പിഴിഞ്ഞതാണിത്, ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞതാണിത്, നാരും കുരുവെല്ലാം നീക്കിയത്, ഇതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് മീൻ പറക്കിയിടാം. ഞാനിത് കഷ്ണമാക്കിയെന്നേ ഉള്ളൂ, നന്നായിട്ട് പിടിക്കുന്നതൊക്കെ ഇങ്ങനെ കഷ്ണമാക്കിയാലാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മൊത്തത്തിൽ ഇടാം കേട്ടോ. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ മീൻ വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാനുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഈ പാത്രം ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടി നമുക്കിനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചുമന്നുള്ളിയും കൂടി വട്ടത്തിലരിഞ്ഞത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചുമന്നുള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാം. നമ്മുടെ മീൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. തീ നിർത്താം. എന്നിട്ട് കടുക് താളിച്ചതോടെ ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് നാടൻ കറികൾ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തേങ്ങ അരച്ചൊരു നാടൻ അയിലക്കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതായത് ഉപ്പും പുളിയും പിന്നെ മീനിൻ്റെ രുചിയും തേങ്ങ അരച്ചതും ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ടേസ്റ്റ് എന്താണെന്ന്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.